ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം നമുക്കെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാണ്, ക്യാബേജ് തോരനാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ഇവിടെ ഒരു ചെറിയ ക്യാബേജ് കുരുകുരാന്ന് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു 10ഓളം പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സബോള, ഒരു വലിയ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു മുറി നാളികേരം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, അതുപോലെ ഉഴുന്നും പരിപ്പ്, കൊല്ലമുളക്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. നമുക്ക് കടുക് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു. ഉഴുന്നും പരിപ്പ് അതിലേക്ക് ഇടാണ് നമ്മൾ. ഇനി നമുക്കത് രണ്ടും നന്നായിട്ട് കടുക് പൊട്ടി ഉഴുന്നും പരിപ്പ് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലമുളക് ഇടാം. കൊല്ലമുളക് അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇനി അത് എല്ലാം ഒന്ന് വരണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് നമ്മൾ ഇടാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കാം. പച്ചമുളക് വാടിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് സബോള ഇടാണ്. നമ്മൾ അരിഞ്ഞു വെച്ച സബോള അതിലേക്ക് ഇടാണ്. എന്നിട്ടൊന്ന് ഇളക്കി സബോള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് കരിവേപ്പില ഇട്ട്, അതുപോലെ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച ക്യാബേജ് നമുക്കതിലേക്കിടാം. 2 തണ്ട് കരിവേപ്പില നമ്മൾ അതിലേക്കിട്ട് ഒന്ന് ഇളക്കുകയാണ് നമ്മൾ. നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി അതിലേക്കിടാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കാം. അതൊന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നാളികേരം നമുക്കിടാം. നമ്മൾ ചതച്ച് വെച്ച നാളികേരം ഇടാണ് അതിലേക്ക്. എല്ലാം ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ക്യാബേജ് നമുക്കിടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. വേണമെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ക്യാബേജ് നമുക്കതിലേക്ക് കുറച്ചായിട്ടിടാം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. നല്ലൊരു ക്യാബേജ് തോരനാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ഇത്. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു പാത്രം വെച്ച് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ച് കൊടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ക്യാബേജ് തോരനാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാം. നല്ല സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ക്യാബേജൊക്കെ പൊത്തി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിത് ഒരു സ്റ്റീൽ അടപ്പം വെച്ച് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അത് നമ്മുടെ ചെറിയ തീയിൽ ഇരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ആവിയിൽ വേവും. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഇത് ഒരു സ്റ്റീൽ അടപ്പം വെച്ച് അടച്ച് വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടപ്പൻ എടുത്ത് മാറ്റാം. മാറ്റിക്കഴിയുമ്പോൾ ആവിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് എന്നിട്ട് നമുക്ക് കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ നല്ലൊരു ക്യാബേജ് തോരനാണ്. നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. എന്തായാലും ഇതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഒരിക്കൽ കൂടി ശ്രീരാഗം രുചിക്കൂട്ട് ഫേസ്ബുക്ക് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം. നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെയൊക്കെ
കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഇനി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.